ഇതെന്താ സ്പെഷ്യൽ? ഒരു കോളിഫ്ലവർ മസാല ആയാലോ? കുറച്ച് വെറൈറ്റിയിൽ. ഓക്കേ, കമോൺ. അപ്പോൾ ഈ അടിപൊളി മസാലയുടെ റെസിപ്പി നോക്കിയാലോ? ആദ്യം നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാവുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കോളിഫ്ലവർ നന്നായിട്ട് കഴുകി ഈ ഒരു വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. ഇപ്പോൾ ദേ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു ജാറിലേക്ക് നമുക്കൊരു 2 സവോള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചമുളക്, ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ എണ്ണയും കൂടെ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയമിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഈ റോസ് സ്മെല്ലൊന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കണം. അപ്പോഴത്തേക്ക് ഈ കോളിഫ്ലവറിലോട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 പിഞ്ച് കസൂരി മേത്തിയും കൂടെ, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. ചപ്പാത്തിക്കാണേലും ചോറിനാണേലും ഒരു പെർഫെക്റ്റ് ഡിഷാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.